അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ ഒടുവിൽ ഞാൻ ബിൻ ലാദനായി. ബിൻ ലാദൻ 2 അതാണ് ഇപ്പോൾ ഞാൻ. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മാസം, അതായത് 1 വർഷത്തിലേറെയായി ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഒരു മഹാൻ ഈ അടുത്ത് കാണുകയുണ്ടായി. അതായത് മുസ്ലിം സ്ത്രീകളെ, പെൺകുട്ടികളെ അവരെ വശീകരിച്ചെടുത്ത് അല്ലെങ്കിൽ അവരെ പ്രേമം നടിച്ച് അവരെ തന്റെ കൂട്ടിലാക്കുകയും ആ ഇസ്ലാമിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി അവരുടെ ആചാരപ്രകാരം വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ആ കണ്ടിട്ട് കമന്റ് എഴുതാതെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും എൻ്റെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പർ എടുത്ത് അതിലേക്ക് അയച്ചു തന്ന മെസ്സേജാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ അയച്ചിരിക്കുന്ന ആളുടെ പ്രൊഫൈൽ ഓം നമ ശിവായ എന്നാണ്. ഈ ഓം നമ ശിവായ എന്ന വാക്കിന്റെ അർത്ഥം പോലും ഈ മനുഷ്യൻ അറിയില്ല എന്നുള്ളതാണ്. എത്ര മഹത്തരമായ ഹൈന്ദവർ എന്താ പറയാ ആദരിക്കുകയും വിശ്വസിക്കുകയും അവർ ബഹുമാനത്തോടു കൂടുകയും ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന ഓം നമ ശിവായ എന്ന് പറയുന്ന ആ ഒരു വാക്യത്തെ തന്റെ പ്രൊഫൈൽ പിക്കിൽ വെക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും വന്നിട്ട് വർഗീയത തുപ്പുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് നീ ബിൻ ലാദനാണ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടാണ്? തെറ്റായൊരു കാര്യം. നമ്മളെ ഈ കേരളത്തിൽ എന്നല്ല എവിടെയും ഉണ്ട്, എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ, അതായത് മറ്റു മതത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നാൽ അതിനെ ജിഹാദായും മറ്റുമായി ചിത്രീകരിക്കുകയും അവരെ നിർഗുണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എന്നാൽ ഇസ്ലാമിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്താണ്? മാനവരാശിക്ക് നിരക്കുന്നതാണ്. അതവരൊക്കെ മതസൗഹാർദ്ദമായി കാണേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന അതിനെക്കുറിച്ച് അതിന്റെ തെറ്റായ വശങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് അതിനെയാണ് എന്നെ ബിൻ ലാദൻ 2 ആണ് നീ എന്ന് എന്നോട് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഇരട്ടത്താപ്പൊന്നും നല്ലതല്ല. നല്ലതിനെ എടുക്കുക, എന്താ പറയാ, മോശമായതിനെ തള്ളിക്കളയുക, കുറ്റപ്പെടും. നിങ്ങൾ അതിന് ഇഷ്ടമല്ല എങ്കിൽ കാണരുത്, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ വിലയിരുത്തുമ്പോൾ ആകമാനം ഒരുപോലെ കണ്ട് വിലയിരുത്തണം. ഒന്ന് മാത്രം തെറ്റ്, മറ്റത് ശരി എന്ന് പറയരുത്. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ തെറ്റ്, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല, അത് മോശമാണ്. ഇതിനെല്ലാം ഒരേപോലെ കാണും. ജിഹാദ് എല്ലാം ജിഹാദാക്കിയിട്ട് മാറ്റണം, അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയരുത്. ഒരാൾ തന്റെ വിശ്വാസം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നാൽ പോലും അവിടെ കുറ്റപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങൾ അവളെ ചാക്കിട്ടെടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള അവസ്ഥയൊക്കൊന്നും മാറ്റണം. നല്ലതുപോലെ ചിന്തിക്കുക. നമ്മളെല്ലാവരും പണ്ട് ജീവിച്ചതുപോലെ നല്ല സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.